ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അതാണ് 4-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് ധാരാളം വ്യക്തികളെ പല ഭാഷകളിൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്നും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി പലരിലൂടെയും പല ഭാഷയിലും പല രൂപത്തിലും വ്യത്യസ്തമായ ശൈലികളിലും ഒക്കെ ഇന്നും പ്രപഞ്ചത്തിൽ തുടരുന്നുണ്ട്. ഒരു രീതിയിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരേ ശൈലിയിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരാളിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരു വിഭാഗത്തിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരു മതത്തിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരു സഭയിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിലൂടെ മാത്രമല്ല. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിവിധ ഭാഷകളിൽ ഇന്നും സംസാരിക്കുന്നുണ്ട്. ഭാഷ എന്ന വാക്ക് അത്തരത്തിൽ തന്നെ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ രീതികളിൽ ഇന്ന് വിവിധങ്ങളായ മനുഷ്യരിലൂടെ, മുന്നേറ്റങ്ങളിലൂടെ, ജീവിത ശൈലികളിലൂടെ ഇന്ന് തുടരുന്നുണ്ട്. ഇതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. ഇങ്ങനെ പരിശുദ്ധാത്മാവ് വിവിധ ഭാഷകളിലൂടെ വിവിധങ്ങളായ മനുഷ്യരിലൂടെ സംസാരിച്ചു. അതാണ് അന്ന് അവിടെ നടന്ന സംഭവം. 8-ാമത്തെ വാക്യം എന്താണ്? കേട്ടു നിന്നവർ, ഈ പരിശുദ്ധാത്മാവ് വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടു നിന്നവർ അവരവരുടെ മാതൃഭാഷയിൽ ശ്രവിച്ചു. ഇതാണ് അവിടെ നടന്ന വലിയൊരു പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവൃത്തി. അതും കൂടിയാണ്. അപ്പസ്തോലന്മാർ വിവിധ ഭാഷകളിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്നത് മാത്രം കണ്ടാൽ പോരാ. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയാണ്, അവിടെ നടന്ന വലിയ അത്ഭുതമാണ്. പക്ഷേ വേറൊരു അത്ഭുതം അവിടെ നടന്നു. അതെന്താണ്? കേട്ടു നിന്നവർ, ഈ വിവിധ ഭാഷകളിൽ സംസാരിച്ചത് കേട്ടു നിന്നവർ ഗ്രഹിച്ചു. ഇത് ഞങ്ങൾക്കെങ്കിലും ഇത് മനസ്സിലാവുന്നില്ല, ഇതെന്നാ ഭാഷയാടാവേ, ഇത് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇത്തരം ഭാഷ എന്ന് പറഞ്ഞ് അവരതിനെ തിരസ്കരിക്കുകയല്ല ചെയ്തത്. അങ്ങനെ വേണേൽ ചെയ്യാമായിരുന്നു. കേട്ടു നിന്നവർക്ക് തങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയിൽ ഈ അപ്പസ്തോലന്മാർ, ചിലർ പറഞ്ഞവർ പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ എന്നൊക്കെയാണ്, എന്നാണെങ്കിലും ശരി, തങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ, തങ്ങൾക്ക് പരിചിതമല്ലാത്ത ഭാഷയിൽ ഈ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കേൾവിക്കാർക്ക് അതിനെ നിരാകരിക്കാമായിരുന്നു. ഇതെന്ത് ഭാഷ, ഇതെവിടുത്തെ ഭാഷ, ഇത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഈ ഭാഷ, തള്ളിക്കളയാമായിരുന്നു. പക്ഷെ അവിടെ നടന്ന മറ്റൊരു വലിയ അത്ഭുതം, തങ്ങൾക്ക് പരിചയമില്ലാത്ത ഭാഷയിൽ, തങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഭാഷയിൽ, തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാഷയിൽ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി, തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാഷയിൽ ഈ അപ്പസ്തോലന്മാർ സംസാരിച്ചപ്പോൾ കേൾവിക്കാർക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഭാഷകൾ പരസ്പരം മനസ്സിലാവുന്നില്ല എന്നതാണ്. വീടുകളിൽ അങ്ങനെയുണ്ട്. മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് ഗ്രഹിക്കണില്ല. ഇതേത് നൂറ്റാണ്ടിലെ അപ്പനാണ്? ഈ കാലത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? മാതാപിതാക്കളുടെ ഭാഷ ഗ്രഹിക്കാൻ മക്കൾക്ക് സാധിക്കുന്നില്ല. നമ്മൾ പറയുന്ന ന്യൂ ജനറേഷൻ മക്കൾക്ക് മാതാപിതാക്കൾ പറയുന്നത് ചിലപ്പം അടക്കത്തിൻ്റെ ഭാഷ, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ ഭാഷ, അതല്ലെങ്കിൽ
മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം വഹിക്കേണ്ടതിൻ്റെ ഭാഷ. ഇങ്ങനെ ഈ ഭാഷ മക്കൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഭാഷ അതല്ല. ആ ഭാഷ അവർക്ക് ദുർഗ്രഹമാണ്. ഇനി മക്കളുടെ ഭാഷ മാതാപിതാക്കൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് ഇടപാടാണിത്? ഇതെന്ത് ഏർപ്പാടാണിത്? ഇതെന്ത് ഡ്രസ്സിംഗ് ആണിത്? ഇതെന്ത് ഹെയർ സ്റ്റൈലാണിത്? അല്ലെങ്കിൽ ഇതെന്ത് രീതിയാണിത്? എപ്പോഴും ഫോണിൻ്റെ മുമ്പിൽ. മക്കളുടെ ഭാഷ മാതാപിതാക്കൾക്ക് തെല്ലും ഗ്രഹിക്കാൻ പറ്റണില്ല. സംഘർഷമാണ് നമ്മുടെ വീടുകളിൽ. മാതാപിതാക്കളുടെ ഭാഷ ഗ്രഹിക്കാത്ത മക്കളും മക്കളുടെ ഭാഷ ഗ്രഹിക്കാത്ത മാതാപിതാക്കളും. ഇനി ചില സമയത്ത് ഭാര്യയുടെ ഭാഷ ഭർത്താവിന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. സമൂഹത്തിൽ ഇങ്ങനെ ഇതും വ്യാപിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ ഭാഷ അധ്യാപകർക്ക് മനസ്സിലാവുന്നില്ല, അധ്യാപകരുടെ ഭാഷ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഭാഷ മനസ്സിലാവാത്തതിൻ്റെ പേരിൽ സംഘർഷത്തിലായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്താ ദിവസം സംഭവിച്ചത്. തങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ച പത്രോസിൻ്റെയും കൂട്ടരുടെയും ഭാഷ തങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ അവർ സംസാരിച്ചത് ഇവർക്ക് സ്വന്തം മാതൃഭാഷയിൽ, അല്ലെങ്കിൽ ഇവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ പെന്തക്കോസ്താനുഭവം ഇന്ന് വീണ്ടും ആവശ്യമായിരിക്കുന്നു. അതല്ലെങ്കിൽ ജോൺ 23 മാർപ്പാപ്പ 2-ാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്തിയ ആ പ്രാർത്ഥനയുണ്ടല്ലോ, വീണ്ടും ആ പെന്തക്കോസ്താ സംജാതമാകട്ടെ എന്ന പ്രാർത്ഥന. വീണ്ടും ഒരു പെന്തക്കോസ്താ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ട സമയമായില്ലേ? കാരണം എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ആ ഭാഷയിലുള്ള ദൈവത്തിൻ്റെ സംസാരത്തെ ഞാൻ ഗ്രഹിക്കണ്ടേ? നമുക്ക് അല്പം കൂടി തിരുവചനത്തിലൂടെ മുമ്പോട്ട് പോയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഭാഷ ഗ്രഹിക്കുന്ന മനുഷ്യനെയാണ്. ദൈവത്തിൻ്റെ ഭാഷ ഗ്രഹിക്കുന്ന മനുഷ്യനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം മനുഷ്യൻ കേട്ടു. നമുക്ക് വേണമെങ്കിൽ അത് എല്ലാ ദിവസങ്ങളിലും അവിടെ നടന്നിരുന്ന ഒരു പ്രവൃത്തിയായിട്ട് വേണമെങ്കിൽ അതിനെ ചിത്രീകരിക്കാം. അവൻ വൈകുന്നേരങ്ങളിൽ ഒരു സായാഹ്ന സവാരിക്ക് മനുഷ്യരോടൊപ്പം ഉലാത്താൻ ഇറങ്ങി വരാറുണ്ടായിരുന്നു എന്നൊരു സാമാന്യ ചിത്രത്തിലേക്ക് വേണേ അതിനെ കൊണ്ടുപോകാം. അപ്പോൾ ദൈവത്തിൻ്റെ കാലടി ശബ്ദം കേട്ട് ഓടിയെത്തുന്ന മനുഷ്യർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ചിത്രീകരിക്കാം. അവൻ്റെ കൈക്ക് പിടിച്ച് ഏദൻ തോട്ടത്തിലൂടെ ദൈവത്തോടൊപ്പം ഉലാത്തുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം നമുക്കതിനകത്ത് സങ്കല്പിക്കാം. ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ചുലാത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇംഗിതത്തിനൊത്ത ചുവട് വെക്കുന്ന, ദൈവത്തിൻ്റെ ഭാഷ ഗ്രഹിച്ച് ദൈവത്തോടൊപ്പം സഹകരിക്കുന്ന, ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത്, ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു മനുഷ്യ ചിത്രം ആ വചനത്തിനകത്ത് ഒളിഞ്ഞു കിടപ്പില്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ചുവട് വയ്ക്കുന്ന മനുഷ്യൻ്റെ ചിത്രം, ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടക്കേടുകൾ ഗ്രഹിച്ച് അതിനോടൊപ്പം സഹകരിക്കുന്ന, അതിനോടൊപ്പം ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം ഈ തിരുവചനത്തിനകത്ത് ഉണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ ഭാഷ ഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ചിത്രമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുതൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാവാത്ത മനുഷ്യൻ്റെ ചിത്രമാണ്. തിന്നരുതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് തിന്നാൽ എന്തു പറ്റും? അറിയാണ്ട് മറുചോദ്യം വരികയാണ്. പിശാചു വന്ന് സർപ്പത്തിൻ്റെ രൂപത്തിൽ തിന്നാൽ എന്തു പറ്റും എന്ന് അവരോട് ചോദിച്ചതിനെ ഇവരുടെ ഉള്ളിൽ തന്നെ വന്ന ചോദ്യമായിട്ടും നമുക്ക് വേണേ കരുതാം. ഇവരുടെ ഉള്ളിൽ തന്നെ വന്ന ചോദ്യമായിട്ട് നമുക്കതിനെ കരുതാം. ദൈവമായ കർത്താവ് പറഞ്ഞു, മക്കളെ തിന്നരുത്. തിന്നാൽ എന്തു പറ്റും? ഭാഷ മനസ്സിലാവുന്നില്ല.
ഭാഷ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ ഭാഷ ഒന്ന്, മനുഷ്യൻ്റെ ഭാഷ വേറൊന്ന്. പ്രിയപ്പെട്ടവർ, ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. സഭാധികാരികളുടെ ഭാഷ ചിലപ്പോൾ സഭയിലെ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. മക്കളുടെ ഭാഷ ചിലപ്പോൾ അധികാരികൾക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. നമുക്കറിയാമല്ലോ, അങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ ചെയ്താൽ ഇപ്പം എന്നാ കുഴപ്പം. മക്കൾക്ക് മനസ്സിലാവുന്നില്ല ഭാഷ. ഇത് ആദിമ മനുഷ്യന്റെ ചരിത്രം മുതൽ തുടങ്ങിയതാണ്. ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാവാത്ത മനുഷ്യൻ, അങ്ങനെ ഭാഷ മനസ്സിലാവാതെ വരുമ്പോൾ പിന്നെ എന്താ പറ്റുന്നത്? പിന്നീട് അവൻ്റെ വഴിയെ നടക്കുകയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ഭാഷ ഗ്രഹിക്കാനുള്ള കഴിവ് അവനില്ല. പിന്നെ അവൻ നടക്കുന്നത് അവൻ്റെ വഴിയാണ്. പിന്നെ നമ്മൾ തിരുവചനത്തിൽ, പഴയ നിയമ ചരിത്രത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാ അധപ്പതനങ്ങളുടെയും കാരണം അത് തന്നെയല്ലേ. ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാവാത്ത മനുഷ്യൻ അവൻ്റെ സ്വന്തം വഴിയെ പോയി, അങ്ങനെയാണ് മനുഷ്യൻ പല അധപ്പതനങ്ങളിലും പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് എന്തിനാണ്? ഭാഷകളെ ഒന്നാക്കാൻ വന്നവനാണ് പരിശുദ്ധാത്മാവ്. നമുക്കങ്ങനെ പറയാം. പന്തക്കുസ്ത ദിവസം സംഭവിച്ചത് അതാണ്. ഭാഷകൾ ഒന്നായി. പത്രോസിന്റെ വ്യത്യസ്തമായ ഭാഷയിലാണ് പത്രോസ് സംസാരിച്ചതെങ്കിലും അവനൊരു ഗലീലിയക്കാരൻ്റെ നാടൻ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് പത്രോസ് തൻ്റെ അത്ര വലിയ സാംസ്കാരിക സമ്പത്തൊന്നുമില്ലാത്ത തൻ്റെ ഭാഷയിൽ പത്രോസ് സംസാരിച്ചിട്ട് അവിടെ നിന്ന വിദേശീയർക്ക് പോലും അവരുടെ മാതൃഭാഷയിൽ പത്രോസിൻ്റെ സ്വരം ഗ്രഹിക്കാൻ കഴിഞ്ഞത് മഹാത്ഭുതമാണ്. അവർ ഗ്രഹിച്ചു എന്നത് മഹാത്ഭുതമാണ്. പത്രോസിൻ്റെ ഭാഷ തനിക്ക് വിചിത്രമായിരുന്നെങ്കിലും അതിൽ നിന്ന് അവർ ഗ്രഹിച്ചു എന്നത് മഹാത്ഭുതമാണ്. ഈ ഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് അപ്പോസ്തല പ്രവർത്തനം 2:37 നമ്മൾ കാണുന്നത്. പത്രോസിൻ്റെ വിചിത്രമായ ഭാഷയെ ഇവർ ഗ്രഹിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പന്തക്കുസ്താനുഭവം, അതാണ് പന്തക്കുസ്താനുഭവം. അവരെൻ്റെ ഭാഷയെ ഞാൻ ഗ്രഹിക്കുന്നതിന് പറയുന്ന പേര് തന്നെയാണ് പന്തക്കുസ്താനുഭവം. അത് ഗ്രഹിച്ചതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 2:37 ഈ മനുഷ്യർ ഓടിച്ചെന്ന് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. ഈ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവര്, വിവിധ ഭാഷകളിൽ നിന്ന് വന്നവര് ഈ പത്രോസിൻ്റെ ഗലീലിയക്കാരൻ്റെ ഭാഷ അവരങ്ങ് ഗ്രഹിച്ചു. എന്നിട്ട് അവർ ഓടിച്ചെന്ന് ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഭാഷ ഗ്രഹിച്ചു. അവർക്ക് ഭാഷ മനസ്സിലായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ പന്തക്കുസ്താനുഭവം ഈ ഭാഷകളുടെ ഒന്നാകലാണ്. അല്ലെങ്കിൽ അപരൻ്റെ ഭാഷയെ എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കൂടി ഞാൻ ഗ്രഹിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തുടരേണ്ട പന്തക്കുസ്താനുഭവം അതുതന്നെയാണ്. അപരൻ്റെ ഭാഷയിൽ എന്തോ ദൈവസ്വരമുണ്ടല്ലോ, അത് ഗ്രഹിക്കലല്ലേ പന്തക്കുസ്താനുഭവം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ ഇതിന് വിപരീതമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ഭാഷ മനസ്സിലാവുന്നില്ല. നമുക്കറിയാമല്ലോ, പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും നസ്രായനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ നസ്രായ പക്ഷക്കാരുണ്ടായി. നസ്രായ പക്ഷക്കാരുണ്ടായപ്പോൾ തന്നെ നസ്രായ പക്ഷത്തിനൊരു ജീവിത ശൈലി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവർ ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെടാതെ അതെല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിക്കുകയും അവരത് പൊതു സ്വത്താക്കി എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടായി. അതായിരുന്നു അന്ന് സഭയുടെ സ്വരം. ആരെങ്കിലും വിശ്വാസിയാകുന്നെങ്കിൽ അവൻ തങ്ങളുടെ വസ്തുക്കൾ തങ്ങളുടെ കൈകളിൽ വയ്ക്കാതെ കൊണ്ടുവന്ന് സഭയുടെ സ്വത്താക്കണമെന്നും എന്നിട്ട് തുല്യം ആയി വീതിച്ചെടുക്കണമെന്നും തുല്യ അനുഭവം ഉണ്ടാകണമെന്നും ഇതാണെന്ന് സഭയുടെ സ്വരം, ഇതാണെന്ന് സഭയുടെ ഭാഷ. പക്ഷേ ഈ ഭാഷ മനസ്സിലാവാത്ത ദമ്പതികളെക്കുറിച്ചാണ് തിരുവചനം സംസാരിക്കുന്നത്. ഭാഷ ഗ്രഹിക്കുന്നില്ല, ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിറ്റാൽ എന്ത് ചെയ്യണമെന്നാണ് സഭയുടെ ഭാഷ. വിറ്റാൽ അത് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കണമെന്നാണ് സഭയുടെ ഭാഷ. പക്ഷെ ഈ ഭാഷ ഇവർക്ക് ഗ്രഹിക്കണില്ല, ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഈ ഭാഷ എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവർക്ക് ഈ ഭാഷ മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ,
വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ഭാഷ മനസ്സിലാവുന്നില്ല. ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. ഇതാണ് ഭാഷ മനസ്സിലാവാത്ത സഭാജീവിതം, ഭാഷ മനസ്സിലാവാത്ത കുടുംബജീവിതം, ഭാഷ മനസ്സിലാവാത്ത സമൂഹ ജീവിതം. നമുക്കൊരു ഭാഷ വേണം, വീടിനൊരു ഭാഷ വേണം, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ. ഈ ഭാഷ എല്ലാവർക്കും ഗ്രഹിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അപരന്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മ തുറവി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണം. കഴുതയിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച വലിയ മനുഷ്യരെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കഴുതയിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച വലിയ മനുഷ്യരെക്കുറിച്ച്, ബാലാമിൻ്റെ കഴുതയിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച വലിയ മനുഷ്യരെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ട, ആ സ്വരം പോലും തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ നിറവ്, ജ്ഞാനസ്നാന കൃപാവരം, പെന്തക്കുസ്താനുഭവം, അതൊക്കെയാണ് പെന്തക്കുസ്താനുഭവം. അപരൻ്റെ ഭാഷയിലൂടെയുള്ള ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള നിറവ്, ഇതിന് പറയുന്ന പേരല്ലേ പെന്തക്കുസ്താനുഭവം. ഈ പെന്തക്കുസ്താനുഭവത്തിൻ്റെ കുറവാണ് നമുക്കിന്ന് ഭാഷകൾ പരസ്പരം മനസ്സിലാകാതെ വരുന്നത്. ഈ പെന്തക്കുസ്തായ്ക്ക് മുമ്പ് വളരെ വിഷമിക്കുന്ന ശിഷ്യന്മാരെ തിരുവചനം അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനോട് ശിഷ്യരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനം 8:31, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം അവരോട് തുറന്നു പറഞ്ഞു. ഇതാണ് ഈശോയുടെ ഭാഷ. എന്നെ അവർ പിടിക്കും, എന്നെ അവർ തല്ലും, എന്നെ അവർ കൊല്ലും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇതവൻ അവരോട് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. പത്രോസിന് ഈശോയുടെ ഭാഷ മനസ്സിലാവുന്നില്ല. നീ വന്നത് സഹിക്കാനല്ല, നീ വന്നത് തല്ലുകൊള്ളാനല്ല, നീ വന്നത് മരിക്കാനല്ല. ഇതാണ് പത്രോസ് പറയുന്നത്. നീ അങ്ങനെ മരിക്കരുത്, നീ അങ്ങനെ തല്ലുകൊള്ളരുത്. പത്രോസിന് ഭാഷ മനസ്സിലാവുന്നില്ല. അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നീ അങ്ങനെ തല്ലുകൊള്ളണ്ട, നീ അങ്ങനെ മരിക്കണ്ട, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒരിക്കലും ഈശോയുടെ ഭാഷ, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ പത്രോസിന് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവ് ആരിലൂടെയും സംസാരിക്കും. മക്കളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമല്ലോ. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ മക്കളിലൂടെ ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിലോ സംഘർഷങ്ങളുണ്ടാവും, ജീവിതം പിരിമുറുക്കത്തിലാവും. ഭാര്യയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ ഒരു ഭർത്താവിന് കഴിയാതെ വരുമ്പോൾ ഭർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ മനസ്സിലാകാതെ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭർത്താവാകും. ഇനി നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ ഈ ഭാഷ മനസ്സിലാകാൻ പറ്റാതെ വന്നതിൻ്റെ പേരിൽ സംഭവിച്ചത് എന്താണ്? തൽക്ഷണം മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്ത്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല ജീവിതങ്ങളും മൃതപ്രായമായിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ പല കുടുംബങ്ങളും ഈ മരണ അവസ്ഥയിലായിരിക്കുന്നതിൻ്റെ കാരണം, സന്തോഷമില്ല, സമാധാനമില്ല, ഇതിന് കാരണം ഈ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം. ഇതാണ് ജീവനില്ലാത്ത അവസ്ഥ. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ ഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പോൾ
പിന്നെ എനിക്ക് മാത്രം അറിയാവുന്ന, എനിക്ക് തിരിച്ചറിയാൻ മാത്രം പറ്റുന്ന ചില ഭാഷകൾ അനുസരിച്ച് മാത്രം നടക്കുമ്പോൾ നമ്മുടെ ജീവിതം മൃതാവസ്ഥയിലാണ്. ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു. ഇവിടെ ശിഷ്യന്മാർക്ക് ഈശോയുടെ ഭാഷ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരാകെ സങ്കീർണതയിലായി. അതുകൊണ്ടാണ് കർത്താവ് പീഡ അനുഭവിക്കുകയും കർത്താവ് മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിൽ ആകപ്പാടെ ജീവിതത്തിൻ്റെ എല്ലാ കളറും നഷ്ടപ്പെട്ടു പോയ ശിഷ്യരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. തീർന്നു, അവരുടെ ജീവിതം തീർന്നു. അവരുടെ ഗുരുവിനെ പിടിച്ചു, അവരുടെ ഗുരുവിനെ അവർ തല്ലി, അവരുടെ ഗുരുവിനെ അവർ കൊന്നു. ഇനി ഞങ്ങൾ എന്തിന് ജീവിക്കണം? തീർന്നുപോയി അവരുടെ ജീവിതം. കഥകടച്ച് നോക്കണം. തുറന്ന് ജീവിക്കേണ്ട മനുഷ്യർ ഈ അനന്തവിഹായുസിൽ സ്വാതന്ത്ര്യത്തോടെ കാലിന് ചിറക് വെച്ചതുപോലെ പറന്നു നടക്കേണ്ട മനുഷ്യർ. കാരണം അവർ ഈശോയുടെ ശിഷ്യരാ. ആരെയും ഭയപ്പെടാതെ ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ പറന്നു നടന്ന കർത്താവായ ഈശോ മിശിഹായുടെ ശിഷ്യരാണവർ. അവരിന്ന് ജീവിക്കുന്നത് അടച്ചുപൂട്ടപ്പെട്ട മുറിക്കകത്താണ്, ഭയന്ന്. ആരെയും ഭയപ്പെടാതെ ഇവിടെ ജീവിച്ച ഈശോയുടെ ശിഷ്യർ ജീവിക്കുന്നത് ഭയന്നാണ്. കാരണം എന്താ? അവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം, ഭാഷ ഈശോയുടെ ജീവിതത്തിൽ 3 വർഷം കൂടെ നടന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലപ്പോഴും അടച്ചുപൂട്ടപ്പെടുന്നത് വീടിനകത്തും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഈ ഭാഷ ഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന കുഞ്ഞിലൂടെ, തൊട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ കാതുകളിൽ എത്തുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ ഞാൻ എന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് അന്ന് അവിടെ പന്തക്കുസ്തായിൽ നടന്ന അത്ഭുതം. തങ്ങൾക്കൊരിക്കലും കേട്ടുപരിചയമില്ലാത്ത ഭാഷയിലും സ്വരത്തിലും പത്രോസ് പ്രസംഗിച്ചപ്പോൾ, സംസാരിച്ചപ്പോൾ അത് തൻ്റെ ഭാഷയിൽ, തൻ്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചു എന്ന മഹാത്ഭുതം നമ്മുടെ വീടുകളിൽ വീണ്ടും സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാഭിഷേകം, പെന്തക്കുസ്താനുഭവം നമുക്കുണ്ടാവേണ്ടത്. അപരനിലൂടെ ദൈവം സംസാരിക്കുന്നത് ഗ്രഹിക്കാനുള്ള വലിയ കൃപാവരം നമ്മൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പിന്നീട് നമ്മൾ അങ്ങോട്ട് വായിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ സ്വരത്തിന് മുൻപിൽ, ദൈവത്തിൻ്റെ സ്വരം ആരിലൂടെയും വരാൻ കേട്ടോ, അതിനു മുമ്പിൽ കീഴടങ്ങുന്ന മനുഷ്യരുടെ ചിത്രമാണ്. പൗലോസ് അപ്പസ്തോലൻ അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിലൊക്കെ പൗലോസ് അപ്പസ്തോലൻ്റെ മാനസാന്തര ജീവിതത്തെക്കുറിച്ച്, മാനസാന്തര സംഭവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ, ആ കുതിരപ്പുറത്തു നിന്നുള്ള വീഴ്ചയ്ക്ക് ശേഷം പിന്നെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ. ഇങ്ങനെയാണ് പറയുന്നത്, അവനെ കൈക്ക് പിടിച്ച് അവർ ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. നോക്കണം, കുതിരപ്പുറത്തിരുന്ന വില്ലാളി വീരൻ, അധികാരപത്രങ്ങളും കയ്യിലേന്തി വന്ന വില്ലാളി വീരൻ, ഗമാലിയേലിൻ്റെ അടുക്കലിരുന്ന് വിദ്യ അഭ്യസിച്ച പണ്ഡിതരിൽ പണ്ഡിത ശ്രേഷ്ഠൻ. ഇപ്പം അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുസരിക്കുകയാണ്. ആരുടെയൊക്കെയോ സ്വരത്തിന് അവരവൻ്റെ കയ്യെ പിടിച്ചു. അവർ കൊണ്ടുപോകുന്നിടത്തേക്ക് അവർ പറയുന്നതൊക്കെ അവൻ അനുസരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയുടെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിധേയപ്പെടുന്ന പൗലോസ്, സൗൾ. എന്തുപറ്റി? ആ വിധേയപ്പെടൽ. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ആരിലൂടെയും വരാം. ആ സ്വരത്തിന് മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിധേയപ്പെട്ട പൗലോസ് ക്രിസ്തുവിന് വേണ്ടി എന്തുമാത്രം പ്രേക്ഷിത യാത്രകൾ നടത്തി. എത്ര സഭകൾ, ക്രിസ്തുവിൻ്റെ ചങ്ക് ഉൾക്കൊള്ളുന്ന എത്ര സഭകൾ അവൻ രൂപപ്പെടുത്തി. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ പെന്തക്കുസ്താനുഭവം. ഇതാണ് പെന്തക്കുസ്താനുഭവം. വിധേയപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്ന വലിയ വളർച്ച. പരിശുദ്ധാത്മാവ് ആരിലൂടെയും സംസാരിക്കും. അത് കേൾക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലും അങ്ങ് സംസാരിക്കും. ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ശൈലിയിലും അങ്ങ് പ്രവർത്തിക്കും. അങ്ങ് ആരിലൂടെ പ്രവർത്തിച്ചാലും, ആരിലൂടെ സംസാരിച്ചാലും,
ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങ് പ്രവർത്തിച്ചാലും അതൊക്കെ ഗ്രഹിക്കാനുള്ള വലിയ കൃപാവരം, പന്തക്കുസ്താനുഭവം ഞങ്ങളുടെ ഈ കൊച്ചു ഹൃദയത്തിന് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ആത്മാവിൻ്റെ ഭാഷ ഗ്രഹിച്ച് വളരാൻ കൃപാവരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം അങ്ങനെ തന്നെ ഗ്രഹിച്ച അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.